വെൽക്കം ബാക്ക് പ്രിയമുള്ളവരെ. നമുക്ക് തൃശ്ശൂരിലേക്ക് പോയാൽ അവിടെ പീച്ചിയിലെ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധം. മയിലാടുംപാറയിൽ ഇന്നലെ കൊല്ലപ്പെട്ട ഷിജോയുടെ മൃതദേഹവുമായി പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നാട്ടുകാർ പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സായികുമാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സായികുമാർ, വന്യജീവി ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ മൃതദേഹവുമായി പ്രതിഷേധിച്ചു എന്നറിയുന്നു. വിശദാംശങ്ങൾ എന്താണ്? വിനീത, വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ പട്ടിക്കാട് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തുന്നത്. നാട്ടുകാർ ഈ ഇന്നലെ കൊല്ലപ്പെട്ട ഷിജുവിൻ്റെ മൃതദേഹവുമായാണ് അവിടെ പ്രതിഷേധവുമായി എത്തിയത്. പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളും അവിടെ ഉണ്ടായി. അല്പം മുമ്പാണ് ഈ മൃതദേഹവുമായി ഈ നാട്ടുകാർ, അദ്ദേഹത്തിൻ്റെ പ്രദേശവാസികൾ ഈ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. അവരെ തടയാൻ പോലീസിൻ്റെ വലിയ ഒരു സന്നാഹം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഈ കുടുംബത്തിന് നീതി വേണം, കൊല്ലപ്പെട്ട ഷിജുവിന് നീതി വേണം, സർക്കാരിൻ്റെ സഹായം വേണം. അതോടൊപ്പം അവിടെയുള്ള ആളുകളുടെ ജീവന് എന്ത് സുരക്ഷയാണുള്ളത്? ആവർത്തിച്ച് ഈ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് നടപടിയാണ് സർക്കാരിൻ്റെ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന വിമർശനമാണ് ഈ നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. 35 വയസ്സുകാരനായ ഷിജു ഇന്നലെ വൈകിട്ടാണ് പീച്ചി വനത്തിനുള്ളിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇവർ 4 പേർ കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതായിരുന്നു. ആ സമയത്താണ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്. 4 പേരും ചിതറിയോടിയെങ്കിലും ഈ ഷിജു ആനയുടെ കാൽനടിയിൽ ആവുകയായിരുന്നു. തൽക്ഷണം തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. രാത്രിയോടെയാണ് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ഇപ്പോൾ ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിട്ടുകൊടുത്തത്. അതിനുശേഷമാണ് ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി അങ്ങോട്ടേക്ക് വരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വലിയ പ്രതിഷേധം അവിടെ ഉണ്ട്. ഇപ്പോഴും മൃതദേഹവുമായി അവിടെ തന്നെ തുടരുകയാണ് വിനീത. അവർ വലിയ മുദ്രാവാക്യം വിളികളുണ്ട്. അവരെ തടയാൻ പോലീസിന്റെ വലിയൊരു സന്നാഹവും ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലുണ്ട്. ശരി, സായികുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടയാളുടെ മൃതദേഹവുമായാണ് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയത്.